നമുക്കൊരു ചുരിദാറിൻ്റെ ഇതുപോലെ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണിക്കാം. ഇത് 2 ഇഞ്ച് ഞാൻ ആദ്യം വെട്ടിയെടുക്കുന്നത് ഇതുപോലെ നമ്മൾ പേപ്പർ ക്യാൻവാസ് ഉണ്ട്, അതൊന്ന് വെട്ടി 1.5 ഇഞ്ചോ നമുക്ക് ആവശ്യമുള്ള 1 ഇഞ്ച് വേണ്ടി എടുക്കും. 1 ഇഞ്ച് അത് സ്ക്വയറിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു തുണി വെച്ച് തയ്ച്ച് അങ്ങനെ ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് ഇത്. എന്നിട്ട് അതിൻ്റെ ചുറ്റുമാണ് ഞാൻ എംബ്രോയ്ഡറി റണ്ണിങ് സ്റ്റിച്ചാണ് ഇത്. അപ്പോൾ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് വെച്ച് നമ്മുടെ ചുരിദാർ ഒട്ടും പ്രയാസമില്ലാതെ വളരെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് എടുക്കാം. അതിനായിട്ട് അതിനാണ് ഞാൻ എടുത്തിരിക്കുന്ന ത്രെഡ് ആങ്കറിൻ്റെ ഒരു എംബ്രോയ്ഡറി ത്രെഡാണ്. ഇതിന് ഓൾമോസ്റ്റ് ചേരുന്ന റെഡ് കളർ അല്ലെങ്കിൽ കറുപ്പ് ആണെങ്കിൽ കറുപ്പ്, അവനവന് ഇഷ്ടമുള്ള കളർ എടുക്കുക, സ്യൂട്ടായിട്ടുള്ളൊരു കളർ എടുക്കുക. എന്നിട്ട് ഇത് 1 ലൈൻ ഇതിന് 6 ത്രെഡ് ചേർന്നതാണ്. അപ്പം നമുക്കിത് ഇതിൽ പുറത്ത് 1 ലൈനാണ് ഞാൻ എടുക്കുന്നത്. അറ്റത്തിൽ കെട്ടിട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ എടുത്തിട്ട് ഒരു സ്വല്പം വെട്ട് കുത്തിയെടുത്ത് വലിക്കുക. റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇച്ചിരി അകലത്തിൽ കുത്തുക. ഇവിടെ നമ്മൾ ഇച്ചിരി മേളി വേണം. ഇത് സ്ട്രെയിറ്റ് ലൈൻ വന്ന് ഇച്ചിരി മേളിലായിട്ട്, കാരണം ഇങ്ങനെ നല്ല പോകുന്നത് ഇങ്ങനെ, അതുകൊണ്ട് ബിഗിനേഴ്സൊക്കെയാണ് ഓരോ സ്റ്റിച്ചൊക്കെ എടുക്കുക കേട്ടോ. ഇതിന് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാനുള്ള ഫ്രെയിമോ ഒന്നും വേണ്ട. നമുക്ക് അതുകൊണ്ട് തന്നെ റണ്ണിങ് സ്റ്റിച്ചല്ലേ, നമുക്കതിനെ പിടിച്ച് നമുക്ക് തന്നെ ചെയ്യാവുന്ന എളുപ്പത്തിൽ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണിത്. ഇപ്പം നമ്മുടെ ചുരിദാറിൻ്റെ ഭംഗി തന്നെ ടോട്ടൽ ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടേക്കാം. ആവശ്യമുള്ളവരൊന്ന് കയറി കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഷെയർ ചെയ്യുകയും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാനിതും കംപ്ലീറ്റ് ചെയ്ത് മൊത്തം കാണണ്ടല്ലോ, ഇതിങ്ങനെ അങ്ങ് തയ്ച്ച് പോയാൽ മതി. അങ്ങനെ നമ്മൾ ഈ ഭാഗം മുഴുവൻ തയ്ച്ച് അങ്ങനെ ഓരോന്നും ഇതേപോലെ തയ്ച്ചെടുക്കാൻ ഇതെല്ലാം നമ്മളിത് തിരിച്ചെടുത്ത ബാക്ക് സൈഡിൽ കെട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് നിങ്ങളുടെ ത്രെഡിൽ എടുക്കുമ്പോൾ ഒത്തിരി നീളത്തിൽ എടുക്കല്ലോ, ഒത്തിരി നമുക്കത് കുരുങ്ങും, പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായി തീരും. ചിലപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരിക്കും കുരുങ്ങിനെ, അന്നേരം അത് പിന്നെ മൊത്തം അഴിച്ചുകൊള്ളേണ്ടി വരും. റണ്ണിങ് സ്റ്റിച്ച് കുഴപ്പമില്ല, അല്ലാതെ എന്തെങ്കിലും ഫ്ലവേഴ്സൊക്കെ തയ്ക്കുമ്പോൾ ഇങ്ങനെ നീളത്തിൽ ഒരുപാട് നീളത്തിൽ ത്രെഡ് എടുത്താൽ കുരുങ്ങി അത് തയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യും കേട്ടോ. അത്രയും നൂലെടുത്തിട്ട് തന്നെ എത്ര തവണ കുരുങ്ങുന്നു കേട്ടോ. വെച്ചാൽ നമുക്ക് കട്ട് ചെയ്യാമേ. ഇങ്ങനത്തെ നമുക്കിതിൻ്റെ അടിയിൽ കൂടെ വേണേൽ വേറെ ഒരു സ്റ്റിച്ച് ഇടാം. ഓരോരുത്തരുടെ സൗകര്യം ഇഷ്ടം അനുസരിച്ച് അത് ചെയ്യാം. ഞാനൊരു സ്റ്റിച്ച് ഇടുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കഴുത്ത് പ്ലെയിനായിട്ട് ഇങ്ങനെ കിടക്കുന്നത്, ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്ന ഒരു വൃത്തിയായിട്ട് പറയാം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ഈ കഴുത്തിന് ചുറ്റും ഷേപ്പിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് പകുതി തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് അടിയിൽ നിന്ന് കുത്തിയെടുക്കുക. കെട്ടിട്ടില്ല എന്ന് കെട്ടിടുക.
കേട്ട് മറന്നു പോലെ ഇത് നിളത്തി വേണ്ട. വളരെ സിമ്പിളായിട്ടുള്ളത് വർക്കുകളാണ് ഇതൊക്കെ. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്താൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നെക്കുകൾ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. കാണാൻ പറ്റില്ലേ? ഇതുപോലുള്ള വീഡിയോസുകൾ ഇഷ്ടമുള്ളവർ എൻ്റെ ചാനലൊന്ന് കയറി കാണണേ. വീട്ടിലൊന്ന് ചുരിദാറൊക്കെ ഒന്ന് എല്ലാവരുടെയും വീട്ടിൽ മെഷീൻ ഉണ്ടാവുമല്ലോ. ഓൾമോസ്റ്റ് ആൾക്കാരുടെ വീട്ടിലും മെഷീനുണ്ട്. ഒന്ന് കയറി ഒന്ന് സ്റ്റിച്ച് ചെയ്തുപോലെ നോക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എന്നെപ്പോലെ ഒരുപാട് നല്ല വീഡിയോസ് ഇടുന്ന വീട്ടമ്മമാരും അല്ല നല്ല പ്രൊഫഷണലായിട്ട് തയ്ക്കുന്നവരൊക്കെ ഉണ്ട്. ഈ വീഡിയോസൊക്കെ നോക്കിയാൽ നല്ല നമുക്കത് വളരെ പ്രയോജനമാണ്. നമ്മുടെ സ്വന്തം ആവശ്യത്തിനാണെങ്കിലും തയ്ച്ചിടാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് വി ഷേപ്പാണ്. ഇവിടെ കുത്തി ഇറക്കി വി ഷേപ്പ്. അത് ഇവിടെ ഒരു വി ഷേപ്പിൽ വന്നാലേ വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ വീണ്ടും ഒന്ന് കുത്തി പുറത്തേക്ക് എടുക്കുക. ആ കുത്തിയെടുത്ത് തന്നെ കുത്തി ഇറക്കിയില്ലേ, അതിനെ ഇച്ചിരി എന്താ ഇപ്പോൾ വി ഷേപ്പിൽ തന്നെ വന്നുണ്ടോ. ഇതേപോലെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ചുരിദാറുകൾ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇതുപോലെ വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ കാണുന്ന ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതിന് ഇത്തിരി ക്ഷമയൊക്കെ ആവശ്യമുണ്ട്. അങ്ങനെ പലരും ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ട് ഫിനിഷ് ചെയ്യാതെ പോകുന്നത് പലപ്പോഴും ഞാനും ഇട്ടിട്ട് പോകാറുണ്ട്. ചില സമയത്ത് നമ്മൾ തയ്ച്ചു വരുമ്പോഴേ നമുക്ക് ഇഷ്ടപ്പെടും, നമ്മുടെ ഐഡിയ അനുസരിച്ച് കാര്യങ്ങൾ വരത്തില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഏത് കാര്യവും ക്ഷമയോടെ ചെയ്താൽ പയ്യെ തിന്ന പനയും തിന്നാന്ന് പറയുന്നത് കേട്ടില്ലേ പഴഞ്ചൊല്ല്. പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോസൊക്കെ വീണ്ടും ചെയ്യാൻ പ്രചോദനമാകുന്നതും. നിങ്ങൾക്കും അതൊരു സന്തോഷമല്ലേ ഇത് കാണുന്നത്. വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഇതിലില്ലല്ലോ. ഇപ്പോൾ ചിലരെയും കൂടുതൽ വർത്താനം പറയാതെ പണി ചെയ്യാൻ പറയും. ചിലർക്കധികം വർത്താനം പറയുന്നത് ഇഷ്ടമല്ല, ചിലർക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഷ്ടം. തയ്ച്ചിട്ട് കാണിച്ചു തരാമേ. ഇന്നില്ലേ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. നല്ല മനോഹരമായില്ലേ. ഇതുപോലെ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. പിന്നെ വേണ്ടിയവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു ലെയറൂടെ വേണേൽ ഇങ്ങനെ തയ്ക്കാം. അത് ഒത്തിരി നല്ലതായിരിക്കും. ഈ സൈഡിൽ കൂടെയും വേണേൽ തയ്ക്കാം. ഇങ്ങനത്തെ ചെറിയ ചെറിയ വർക്കുകൾ നമ്മുടെ ഡ്രസ്സുകൾ ഒത്തിരി എലഗൻ്റ് ആക്കി മാറ്റും. ഒത്തിരി നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇരിക്കുക. ഇതെല്ലാവരും ചാനലൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് കമൻറ്റുകളൊന്ന് അറിയിക്കണേ. ചാനൽ വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു.